ഹേ ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്റെ കാര്യം വല്ലാത്തൊരു കഷ്ടമാണ് കേട്ടോ. നോർമലി ആൾക്കാരൊക്കെ ഒരു വീട്ടിലൊക്കെ കയറി ഒരു മാസം 2 മാസം 3 മാസം ഒക്കെ ആകുമ്പോഴേക്കാണ് ഹോം ടൂർ എടുക്കുന്നത്. ബട്ട് ഞാൻ അങ്ങനെയല്ല. ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിലാണ് എനിക്ക് ഹോം ടൂർ എടുക്കാനുള്ള ഒരു മോഹം തന്നെ വന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഞാൻ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ 3 കൊല്ലം സെയിം ഫ്ലാറ്റിൽ തന്നെയായിരുന്നു. അവിടെയാണ് ഉമ്മയും ബ്രദേഴ്സും ഞങ്ങൾ നാലാളും. എങ്ങനെയാണ് ആ വീട്ടിൽ നിന്നെന്ന് എനിക്കറിയാം. നാലല്ല 5 ആൾക്കാർ എങ്ങനെയാണ് ആ വീട്ടിൽ നിന്നതെന്ന് അറിയാൻ പാടില്ല. അഞ്ചാമത്തെ ആളെ ഞാൻ ഈ ഫ്ലാറ്റിലുണ്ട്, വഴിയെ കാണിക്കാം. അതിനേക്കാളും കുറച്ച് വലിയ ഫ്ലാറ്റ് ഒക്കെയാണ്. 1 കൊല്ലവും 1 മാസവും കഴിഞ്ഞ് ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ബട്ട് എനിക്ക് ഇതുവരെയും ഹോം ടൂർ എടുക്കാൻ തോന്നിയില്ല എന്നല്ല, ഒന്നിലും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അധിക വർഷം നാട്ടിലും പിന്നെ എന്റെ ഈ ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനിടയിൽ എനിക്ക് ഒന്നിനും പറ്റിയില്ല. എസ്പെഷ്യലി ഞാനുള്ള ഒരു സ്ഥലം ഞാൻ എപ്പോഴും നല്ല സെറ്റപ്പ് ആക്കിയൊക്കെയാണ് വെക്കാറ്. ബട്ട് എനിക്ക് സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് വീട് ഇരിക്കുന്നത്. ആൻഡ് അപ്പൊ നമുക്കൊരു ഹോം ടൂർ ആയാലോ. മാറുന്നത് പ്രമാണിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും എന്തിനാ മാറുന്ന വീട്, ഇത് സ്വന്തം വീടൊന്നും അല്ലല്ലോ. അങ്ങനെയല്ല. നമുക്ക് ചില വീടുകളിൽ ചില ഓർമ്മകളൊക്കെ ഉണ്ടാവൂലേ. കഴിഞ്ഞ ഫ്ലാറ്റിന്റെ ഹോം ടൂർ എടുക്കാൻ പറ്റാത്തതിലും ആ വീട്ടിലുള്ള ഒരു ഫോട്ടോ പോലും എന്റെ കയ്യിൽ ഇല്ലാത്തതൊക്കെ എനിക്ക് ഒത്തിരി വിഷമമുണ്ടായി. ഒത്തിരി ഇഷ്ടപ്പെട്ട് താമസിച്ച വീടാണ്. ബട്ട് അവിടെ കുറച്ച് സ്പേസ് കുറവായതുകൊണ്ടാണ്, പിന്നെ റെന്റും കൂടുതലായതുകൊണ്ട് ഇങ്ങോട്ട് മാറിയതാണ്. ഇവിടുത്തെ റെന്റ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ ഇവിടെ നിന്നുള്ള ആക്സസിബിലിറ്റി ഭയങ്കര കുറവാണ്. എവിടെ തൊട്ടെങ്കിലും പോകാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടുന്ന് മാറുന്നത്. സോ അപ്പം എന്റെ സ്വർഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നാളെ ഞാൻ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പൊ എന്റെ ലൈഫിൽ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് താമസിച്ച ഒരു സ്ഥലം കൂടിയാണ് ഈ വീട്. അപ്പം എനിക്ക് ഈ വീടിന്റെ ഒരു ഓർമ്മ എന്നും എന്റെ ഉള്ളിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് പോകുന്ന ഒരു സമയത്ത് ഞാൻ ഹോം ടൂർ എടുക്കുന്നത്. ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ. പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഇടയിലാണ് ഞാൻ ഈ ഹോം ടൂർ ചെയ്യാൻ വിചാരിക്കുന്നത്. ബട്ട് എനിക്ക് വീടൊന്നും എന്റെ ഓർമ്മയിൽ ഉണ്ടാവണം, അത്രേ ഉള്ളൂ. മെയിൻ ഡോറിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സോ ഇതാണ് എന്റെ ഫ്ലാറ്റിന്റെ ഔട്ട് സൈഡ്. ഞാൻ 16th ഫ്ലോറിലാണ് താമസിക്കുന്നത്. ഡോർ ഞാൻ ആരെപ്പോഴും തുറന്നിട്ടു. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കോറിഡോർ ഉണ്ട്. കയറി വരുമ്പോഴുള്ളൊരു എൻട്രൻസ് വ്യൂ ഇങ്ങനെയാണ്. സോ ഫസ്റ്റില് കിച്ചൺ ആണ് കേട്ടോ. കിച്ചണ് ഒന്നാമത് ഞാൻ ഒറ്റയ്ക്കാണല്ലോ. ഒറ്റയ്ക്ക് എനിക്ക് ഇതൊക്കെ ധാരാളമാണ്. ഇവിടെ എന്റെ സ്റ്റൗ കാര്യങ്ങളൊക്കെ, പിന്നെ എയർ ഫ്രയർ ഉണ്ട്. അതൊക്കെ എന്തിനാ ഞാൻ വാങ്ങിച്ചത് എനിക്ക് അറിയാൻ പറ്റില്ല. 1-2 പ്രാവശ്യം മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വളരെ ചില ആൽക്കുലത്തെ സാധനങ്ങളൊക്കെ ഇവിടെയാണ്. പിന്നെ ഇവിടെ ഒരു കബോർഡൊക്കെ ഉണ്ട്. ഇതിനകത്ത് സ്റ്റിൽ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. ഓവൻ ഇതെന്റെ അല്ല കേട്ടോ, നമ്മുടെ ചങ്കിന്റെയാണ്. ചങ്കിന്റെ പേരറിയാന്നുള്ളൊരു കമന്റ് ചെയ്യും. കുറെ വർഷമായിട്ട് ചങ്കിന്റെ ഓവൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻ ബിറ്റ്വീൻ ഓഫ് ഷിഫ്റ്റിംഗ് സം ഐറ്റംസ് ആർ ഹിയർ സ്റ്റിൽ. യോ വേസ്റ്റ് നോക്കണ്ട, കണ്ടോ, അടിച്ചു പറത്തിയെല്ലാം ഞാൻ പെട്ടിക്ക് കയറ്റിയിട്ടുണ്ട്. കിച്ചൺ കുറച്ച് ഓക്കെ ആണ്. എനിക്ക് എന്താ പറയാ, ഈ ഒരു സ്പേസ് ധാരാളമാണ്. പിന്നെ ഇവിടെ അധിക പക്ഷം കുക്ക് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് കിച്ചണുമായിട്ട് വലിയ, അയ്യോ കുക്കയിലുണ്ട് കേട്ടോ. ഇത് ഞാൻ അത്താഴത്തിന് കുക്ക് ചെയ്ത സാധനമാണ്. എന്താണെന്ന് മാത്രം ആരും ചോദിക്കരുത്. കുക്കിംഗ് ഒക്കെ ഉണ്ട്, ബട്ട് എന്നാലും ഒരു ദിവസത്തിലൊരു നേരം അല്ലെങ്കിൽ ഒരാഴ്ചയിലൊരു നേരം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ഇവിടെ എനിക്കൊരു വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ട്. അതിനകത്ത് എന്തോ ഇപ്പോഴും കിടപ്പുണ്ട്. അല്ലാതെ അത് ഞാൻ മറക്കോ കഴുകാൻ വേണ്ടിയിട്ട്. ഇന്നൊരു ദിവസം കൂടെ ഉള്ളൂ. സോ ദെൻ കയറി വരുന്ന സ്ഥലത്ത് ഇതെന്റെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ. ഇത് നിങ്ങൾ മറന്നിക്കൂ. ഇതെന്റെ ഫ്രിഡ്ജാണ്. ഇത് പഴയ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന അതേ ഫ്രിഡ്ജ് തന്നെയാണ്. പിന്നെ എന്റെ ട്രാവൽ ഞാൻ ചെയ്തിട്ടുള്ള കൺട്രീൻ്റെയൊക്കെ സുവനിയേഴ്സ് ആണ്. ഈ കൺട്രി ഒഴിച്ചാൽ ബാക്കി എല്ലാ കൺട്രി സോറി, എനിക്ക് എല്ലാ കൺട്രി ഇഷ്ടപ്പെട്ട് തന്നെ കേട്ടോ. എനിക്ക് പോയിട്ട് എല്ലാ കൺട്രി ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇനി ഒരു കൺട്രിയുടെ കൂടെ ഞാൻ പോയിട്ടുള്ള എൻ്റെ സുവനിയർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ഇൻഷാല്ലാ ഞാൻ ഇവിടെ നിന്നും തപ്പിപ്പിടിക്കും ഞാൻ. ഇത് ഇവിടുത്തെ വൈഫൈ ആണ് കേട്ടോ. വൈഫൈൻ്റെ സാധനമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യപ്പോഴും എനിക്കൊന്നും സെറ്റപ്പ് ആക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. ഇത് ഷൂറാക്കാണ്. ഇതിനകത്ത് എൻ്റെ ലോട്ട് ഓഫ് ഷൂസ് ആൻഡ് സം അതർ ആക്സസറീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ തുറന്നു കാണിക്കുന്നില്ല. ദെൻ നമുക്ക് ഹോൾ കാണാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും. ഞാൻ മെയിൻ എൻട്രൻസിൽ നിന്ന് കയറി വന്നിട്ട് ഒത്തിരി ദൂരമുണ്ട് ഹോളിലോട്ട് കടന്നു വരാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് ഞാൻ 6 സീറ്റുള്ള എൻ്റെ ഡൈനിങ് ടേബിൾ സെറ്റാക്കിയിരിക്കുന്നത്. എൻ്റെ മണ്ടയിലായിട്ട് ഞാൻ കുറച്ച് ടോയ്സ് ഒക്കെ, എനിക്ക് ടോയ്സ് അത്യാവശ്യം ഇഷ്ടമാണ്. കുഞ്ഞുനാളിലൊന്നും ടോയ്സ് ഉണ്ടാകുന്നിട്ട് എൻ്റെ ഉമ്മ ടോയ്സ് കളിക്കാനൊന്നും തരത്തില്ലായിരുന്നു. എന്തിനാമോ എടുത്തു വെച്ചെന്ന് എനിക്ക് ഇന്നും അറിയാൻ പാടില്ല. എൻ്റെ താത്താരെ പിള്ളേർക്ക് പോലും കൊടുക്കാറില്ല ഉമ്മ. എന്തായാലും ഞാൻ വലിയ കുട്ടിയായപ്പോഴും എനിക്ക് ടോയ്സ് ഒക്കെ ഗിഫ്റ്റും കിട്ടാറുണ്ട്, ഞാൻ വാങ്ങിക്കാറുണ്ട്. അതൊക്കെ സെറ്റപ്പ് ആക്കി ഒരു ഊഞ്ഞാലൊക്കെ ഇട്ടോടെ കൊടുത്ത് ഞാൻ കിടത്തി ഉറക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കുറെ വർഷങ്ങളായിട്ട് ഓടുന്നില്ല, എടുത്ത് കളയണം. എൻ്റെ ചെയറും എൻ്റെ ടേബിളും. ആൻഡ് ഇത് ഒരു റിക്ലൈനറാണ്, 3 സീറ്റുള്ള. അത് കുറച്ചും കൂടെ നീക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ചാരി കിടന്നുറങ്ങാം. ബട്ട് അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഊഞ്ഞാലുള്ളത് കൊണ്ട് ഞാൻ അതിൽ ചാരി കിടന്നുറങ്ങാറില്ല. ഇതെൻ്റെ ഫേവറേറ്റ് സ്പേസ് ആണ്. ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ ഇങ്ങനെ പുറത്തോട്ട് നോക്കി എന്തെല്ലോ ആലോചിച്ചിരിക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ കുറേ ആയി ഇപ്പോഴാണ് കാണുന്നത്. ഇതൊക്കെ എൻ്റെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. ഇതെൻ്റെ ഏതോ ഒരു മുൻ കാമുകൻ തന്നതാണ്, എനിക്കറിയാൻ പാടില്ല.
ഉം, ഇതിൻ്റെ സിസ്റ്റർ തന്നതാട്ടോ. ഇത് ഫ്രെയിമൊക്കെ പൊട്ടിപ്പോയി, എന്നാലും ഞാൻ ആ ഓർമ്മയ്ക്ക് എടുത്തു വെച്ചു. ഇത് എനിക്ക് കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് ഷക്കീറ തന്നതാണ്. ഈ ഒരു ഏരിയ കേട്ടോ എനിക്ക് വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ, ഈ ഒരു കോർണർ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സ്പേസ് ആണ്. ഇവിടെ വന്നിട്ട് ഇതൊക്കെ യാ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ വാങ്ങിച്ചതാണ്. എന്തായാലും ഒരു കൊല്ലമായി. ഈ വീഡിയോ എങ്കിലും ഇതിൻ്റെ ഓർമ്മയ്ക്ക് ഇവിടെ ഉണ്ടായിക്കോട്ടെ. പിന്നെ എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും ഈ വീട്ടിലുള്ളൊരു സാധനമാണ്. പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ. പിന്നെ ഇത് എൻ്റെ ഒരു സ്റ്റോറേജ് പ്ലേസ് ആണ്. ആദ്യം ഇപ്പം ഇവിടെ ചോക്ലേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മുടെ വാലന്റൈൻസ് ഡേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട്, സത്യമായിട്ട് ഞാൻ കഴിക്കാറൊന്നുമില്ല കേട്ടോ, സ്വീറ്റ് ഒക്കെ വളരെയായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാലും ഇടയ്ക്കെങ്കിലും കാണുമ്പോൾ എടുത്ത് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഈ വക സാധനങ്ങളൊക്കെ മുന്നേ ഉണ്ടായിരുന്നു. എൻ്റെ ടോയ്സ് ഒക്കെ, ടോയ്സ് കുറച്ച് വെയിറ്റ് ഉള്ള ടോയ്സ് ആയതുകൊണ്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, വാലന്റൈൻസ് ഡേക്ക് എനിക്ക് കിട്ടിയതാണ്. എല്ലാം ഇവിടെ ഞാൻ എടുത്ത് സേഫാക്കി വെച്ചിട്ടുണ്ട്. കഴിക്കുന്ന പറ്റും ഞാൻ കഴിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഗിവ് അവേയിൽ ഈ സാധനങ്ങളൊക്കെ ആയിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. എൻ്റെ ഒരു കുട്ടി മിറർ, ഇതെൻ്റെ പഴയ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്. പിന്നെ ബേർഡ്സ് ഒക്കെ പറന്നു പോവുകയാണ് എങ്ങോട്ടാന്തോ. പിന്നെ ഇത് കുറച്ച് പോർട്രേറ്റ്സ് ആണ്. കുറേ ഓർമ്മകൾ ഉള്ളതാണ്. വർഷങ്ങൾക്ക് മുന്നേ എനിക്കൊരു ഫ്രണ്ട് തന്നതാ. അത് ഞാൻ ഈ ഇടയ്ക്ക് പൊളിച്ചത് തന്നെ 3-4 കൊല്ലത്തിന് ശേഷം. അതിനൊരു വേറെ സ്റ്റോറി ഉണ്ട്, അത് വഴി പറഞ്ഞുതരാം. ആൻഡ് ഇതൊക്കെ എൻ്റെ സിസ്റ്റർ ഇങ്ങനെ പരീക്ഷിക്കുന്നതൊക്കെ എനിക്ക് തലയിൽ വെച്ച് കെട്ടിത്തരാറുണ്ട്. ഇതെൻ്റെ ഒരു ബർത്ത്ഡേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വരച്ച് തന്നതാണ്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഒന്നുമില്ല. ഇവിടുത്തെ വ്യൂ ഞാൻ തൽക്കാലം ഡീറ്റെയിലിംഗ് ആയിട്ട് കാണിച്ചു തരുന്നില്ല. എൻ്റെ ബാൽക്കണിയിൽ നിന്ന്, ഐ മീൻ ഇതെനിക്ക് ബാൽക്കണി ആയിട്ട് ഇവിടെ ഇല്ല, ഹാളിൽ ബാൽക്കണി ആയിട്ടില്ല, ഇങ്ങനെ ഒരു വിൻഡോ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ വ്യൂ ആ കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവും. നിങ്ങളുടെ ഒന്ന് കണ്ടുനോക്കിക്കേ, ഇത്രയും വലിയൊരു ബിൽഡിങ്ങിൽ പണി നടക്കുന്നില്ല, ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയൊക്കെ വരും. എസ്പെഷ്യലി എനിക്കെന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, പുറത്തോട്ട് നോക്കിയിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, ഈ ഊഞ്ഞാൽ ഇങ്ങനെ ആടി ആടി. പക്ഷെ ഞാൻ കാണുന്ന സീന് ഇതൊന്നും അല്ല. ബട്ട് ഇപ്പൊ എനിക്ക് കാണിച്ചാൽ പറ്റുന്ന പറയുമ്പോൾ മഴയൊക്കെ 2-3 ദിവസമായിട്ട് പെയ്തിട്ട് ഈ ഗ്ലാസ്സിൽ മുഴുവനും അഴുക്കായതുകൊണ്ട് ആ വ്യൂ എനിക്ക് കറക്റ്റ് കാണിച്ചാൽ പറ്റത്തില്ല. ഞാൻ എന്നാലും ഇച്ചിരി പോകണം ചെറിയ കൂടെ. സോ ഈ വ്യൂ ആണ് കേട്ടോ എനിക്ക് കാണുന്നത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. കണ്ടോ, ഗ്ലാസ്സിൽ ഭയങ്കര അഴുക്കായിട്ടിരിക്കുക. ഈ രാത്രിയാകുമ്പോൾ ഇങ്ങനെ ലൈറ്റ് എല്ലാം കത്തിയിട്ട് നല്ല രസം ഉണ്ടാവും. ഇവിടെ ഇരുന്ന് എനിക്ക് കാണാൻ പറ്റുക ഈ ഇടയിലുള്ള സാധനമാണ് കേട്ടോ. രാത്രിയാകുമ്പോൾ പിന്നെ ഈ ബിൽഡിംഗ് ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് കാണത്തില്ല. എന്നാലും ആ ഇടയിൽ കൂടെ ഉള്ള ഇതൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നിന്നൊക്കെ ലൈറ്റ് അടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കാണാം. ആ വ്യൂ എന്തേലും ഞാൻ കാണിച്ചിരുന്നില്ല, വെറുതെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ. സോ ഇതാണ് ഗൈസ് ഇവിടെ നിന്നുള്ളൊരു വേ ടു വേർ. യെസ്, ഇനി 2 സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് കാണിക്കാനുള്ളത്. നടന്നിട്ട് എത്തത്തില്ല, അതാണ് ഈ ഫ്ലാറ്റിന്റെ ഒരു പ്രത്യേകത. ഈ ഹാളിൽ നിന്ന് 2 ഡോറുണ്ട്. ഇതെന്റെ ബെഡ്റൂമും ഇത് വാഷ്റൂമാണ്. വാഷ്റൂം തൽക്കാലം ഓപ്പൺ ചെയ്യണോന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നതിനൊരു റീസൺ ഉണ്ട്. ഇതാണ് റീസൺ. ഇവനാണ് ഞാൻ പറഞ്ഞ 5ാമത്തെ ആള്, ജോയ്. ഇവൻ കഴിഞ്ഞ 4 കൊല്ലമായിട്ട് എൻ്റെ കൂടെയുണ്ട്. ഓക്കെ, അപ്പൊ ഇവന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വാഷ്റൂം. അവന്റെ ഫുഡും അവന്റെ പോട്ടി അവന്റെ കാര്യങ്ങൾ മാത്രം ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഞാൻ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോകാറില്ല, ഇടയ്ക്കിടയ്ക്ക് അകത്ത് ഇടാറുണ്ട്. ഇന്ന് ഞാൻ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് അവനെ അങ്ങോട്ട് ഇട്ടതാ. പിന്നെ ഷിഫ്റ്റിങ്ങിന്റെ ഒക്കെ കാരണങ്ങൾ കൊണ്ടും അവനെ ഞാൻ അതോട്ട് ആക്കിയതാ, അല്ലെങ്കിൽ അവൻ പുറത്ത് തന്നെ കേട്ടോ. ഇനി ഇതെന്റെ റൂമാണ്, ഇത് വാഷ്റൂമാണ്. പ്രത്യേകിച്ച് കാണിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. റൂം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല കുറച്ച് ഓക്കെ ആണ്. ഞാൻ ആദ്യപ്പോഴേ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ്, അപ്പോൾ എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഈ കബോർഡ് നമ്മൾ വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ, ഇവിടെ ഇൻബിൽഡ് ആയിട്ട് ഉണ്ടായിരുന്നതല്ല, വാങ്ങിച്ചതാണ്. 4 ഡോറിൻ്റെ. ഇതിനകത്തൊന്നും ഇപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചെങ്ങാണ്ടേ ഉള്ളൂ, അത് നമ്മൾ ഇന്ന് മാറ്റും. പിന്നെ ഈ സാധനം അവിടെ അല്ല കേട്ടോ ഞാൻ വെച്ചിരുന്നത്, ഇവിടെ വെച്ചിരുന്നത് ഇളകി വീണപ്പോൾ ഞാൻ അടുത്ത് ഇന്നലെ എങ്ങാണ്ട് വെച്ചതാണ് അവിടെ. അല്ലാതെ കഴിഞ്ഞ 1 വർഷമായിട്ട് ഇവിടെ നിലത്ത് കുത്തിയിരിക്കുമായിരുന്നു. ഇതൊന്നും ഞാനിപ്പോൾ സെറ്റാക്കിയതല്ല കേട്ടോ, പോകുന്നത് കൊണ്ട് ഇങ്ങനെ മാനേജ് ചെയ്യല്ല. ഞാൻ കാണിക്കുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് കാണിക്കുള്ളായിരുന്നു, ബട്ട് ടൈമില്ല ഗൈസ് വൃത്തിക്ക് കാണിക്കാൻ. പിന്നെ ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ, ഇതൊന്നും ഇവിടെ കിട്ടുന്ന സാധനമല്ല. നാട്ടിൽ നിന്ന് വന്നപ്പോൾ എല്ലാം വാങ്ങിച്ച് പറക്കി കൊണ്ടുവന്നതാണ്. ഇന്നും കുറേ റെഡിയാക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇതെൻ്റെ ഡ്രസ്സിങ് ടേബിളാണ്. ഒക്കെ ഞാൻ സെറ്റപ്പാക്കി വെച്ചതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാനായിരുന്നൊക്കെയാണേ, ബട്ട് എനിക്ക് സമയവും സന്ദർഭവും ഒന്നും കിട്ടിയിട്ടില്ല. അതാണ്
ദെൻ ഞാൻ ഓരോ ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടാറുണ്ട്. വെക്കാൻ സ്ഥലത്തിന് തന്നെ മണ്ടേ വെച്ചെന്നേ ഉള്ളൂ. ആൻഡ് യെസ്, ഇത് എൻ്റെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വാലന്റൈൻസ് ഡേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. ഈ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഞാൻ വെക്കാറ്. ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഇത് എൻ്റെ കുസൃതി കണ്ടോ. ഓക്കെ, ഇത് ബാൽക്കണിയാണ് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് പോവാറേ ഇല്ല. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ട്. അല്ലാഹു അല്ല. ഓക്കെ, ഇതാണ് എൻ്റെ റീസൺ. ഇവിടെ ഒരു പ്രാവശ്യം AC കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ AC ശരിയാക്കി വന്ന ആൾക്കാർ പൊടിയൊക്കെ കൂടെ തട്ടിയിട്ടിട്ട്, ഇവിടെ പ്രാവിൻ്റെ ശല്യം ഉണ്ടല്ലോ, ഇവിടെ മുഴുവൻ ഇങ്ങനെ വേസ്റ്റ് ഒക്കെ ആയി. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങാറില്ല. ഇത് പ്രാവ് വരാതിരിക്കാനായിട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഫുള്ള് പൊടിയായി. സോയ്യേ, അകത്ത് ഞാൻ കയറ്റൂലേ. ഇനി ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഞാൻ ഇറങ്ങത്തൊന്നുമില്ല, വെറുതെ കാണിക്കുന്നതാണ്. ഇവിടെ അങ്ങനെ നോക്കി നിൽക്കലൊന്നുമില്ല. ഇതാണ് നമ്മൾ ഇവിടുത്തെ പാർക്ക്. ഒരു 3-4 മാസമായിട്ടുള്ളൂ ഈ പാർക്ക് സെറ്റപ്പ് ആക്കിയിട്ട്. വലിയ പാർക്കാണ്. എത്ര ബിൽഡിങ്ങിന്റെ ഇൻ ബിറ്റ്വീനിലാണെന്ന് കണ്ടോ? 1 2 3 4 5 6 അത്രയും നീളത്തിനുള്ള അത്രയും വലിയൊരു പാർക്കാണ്. ഞാനിവിടെ ഒരു 2 തവണ പോയിട്ടുള്ളൂ. പിന്നെ എനിക്ക് പോകാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഒരു ഭ്രാന്തമായിട്ടുള്ള പ്രദേശത്താണ് കേട്ടോ ഞാൻ താമസിക്കുന്നത്. ഒരു പ്രത്യേകതരം ടൈപ്പ് ഒരു സ്വഭാവമാണ് കേട്ടോ എനിക്ക്. സെറ്റപ്പായി വരുന്നേ ഉള്ളൂ കേട്ടോ ഈ ഏരിയ. ബട്ട് എനിക്ക് ഏരിയക്കൊന്നും പ്രശ്നമില്ല. എനിക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഭയങ്കര പാടാണ്. എനിക്ക് അധികം ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് എന്നാലും വേണ്ടപ്പെട്ട ആൾക്കാരെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് കയറടാ അകത്ത്. പെടാ പെട്ടാ പോ. നമുക്ക് കഷ്ടം തന്നെയാണ്. അങ്ങനെ ഇതാണ് എൻ്റെ കൊച്ചു ലോകം. കൊച്ചെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇനി പോകുന്ന ഫ്ലാറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ ഇത് എനിക്ക് ചെറുതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇവിടെ അത്യാവശ്യം എൻ്റെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ വന്നാൽ തന്നെയും നമുക്ക് ഓടി നടന്ന് കളിക്കാനും മാത്രമുള്ള സ്ഥലമുണ്ട്. ബട്ട് ഇപ്പൊ എനിക്ക് പുതിയ ഫ്ലാറ്റിലോട്ട് മാറുമ്പോഴുള്ള കാര്യം ഞാൻ സർപ്രസ് ആണ് ഗൈസ്, ഇത് വഴി പറയാം. പിന്നെ ഇവിടെ വേറെ എന്താ കാണിക്കാനുള്ള, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ ഒരു സ്റ്റൂളുണ്ട്, ഡ്രസ്സിംഗ് ടേബിളിന്റെ കൂടെ കിട്ടിയതാണ്. അതിന്റെ മണ്ടിക്ക് എന്തെല്ലോ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പെട്ടി ഞാൻ വന്നിടം മുതൽ ഞാൻ ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത്, കാരണം ആ പെട്ടി എങ്ങും ഒക്കുന്നില്ല. കട്ടിലിന്റെ അടിയിൽ ഞാൻ വേറെ കുറേ സാധനങ്ങൾ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. ആ കട്ടിലിന്റെ അടിയിൽ പോലും ഇത് കയറാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. വാഷ്റൂം പിന്നെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഇങ്ങനെ ഇറങ്ങി നടന്ന് എനിക്ക് ഭയങ്കര വയ്യ ഗൈസ്. എനിക്ക് വർക്കൗട്ടിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്ന് ഇവിടെ എത്തുമ്പോ തന്നെ എന്റെ പകുതി ആരോഗ്യം പോവാറുണ്ട്. അത്രയ്ക്കും വലുത്. നിങ്ങൾ കാണുന്നില്ല എത്ര ദൂരം ഉണ്ട് എന്ന്. ഭയങ്കര വലുതാണ് എന്റെ ഫ്ലാറ്റ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാണല്ലോ. ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇനി നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പോകും ഗൈസ്. കുറേയായി ഞാൻ കരയാണ്ട്. എനിക്ക് ഇത് ആലോചിച്ചിട്ട് കരയാനും പറ്റുന്നില്ല. കാരണം ഇപ്പൊ താമസിക്കാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് എല്ലായിടത്തും പോകാൻ വേണ്ടിയിട്ട് സെൻട്രൽ പോയിന്റ് ആണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാലൊക്കെ എളുപ്പത്തിന് എത്താൻ പറ്റും. ഇവിടെ നിന്ന് പോകുന്ന കാര്യം കുറച്ച് പാടാണ് എങ്ങോട്ടാണെങ്കിലും. ഇനിയും ഒരു ഹോം ടൂർ വരാനുണ്ട്. കാരണം ഞാൻ ഇനി മാറാൻ പോകുന്ന ഫ്ലാറ്റിന്റെ ഹോം ടൂർ നിങ്ങൾക്ക് കാണണ്ടേ. അത് ഇനി എപ്പോഴാ വരാന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഈ വക സാധനങ്ങളെല്ലാം കെട്ടിപ്പറക്കി അവിടെ കൊണ്ടെത്തിച്ചിട്ട് അതെല്ലാം ഓരോ സ്ഥലത്ത് ഒക്കുന്നുണ്ടോ ഒക്കുന്നില്ലയോ എന്നുള്ളതൊക്കെ നോക്കി ഞാൻ അവിടെ സെറ്റ് ചെയ്യാൻ ശേഷമായിരിക്കുമല്ലോ ഞാൻ നിങ്ങൾക്ക് എന്റെ വീട് കാണിച്ചു തരുന്നുണ്ടാവുക. ബട്ട് ഞാൻ ഫ്ലാറ്റ് കാണാൻ പോയിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇടണോ വേണ്ടെന്ന് ഞാൻ ഇങ്ങനെ ഇരുത്തി ചിന്തിക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ ഇടാൻ പറയുകയാണെങ്കിൽ ഞാൻ അത് ഇടും. എന്റെ വീട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ വീട് ഇഷ്ടമായിട്ടുണ്ട്. ഇത് എന്റെ വീടല്ല ഗൈസ്. ഇപ്പോ അത് ആരാന്റെ വീടാവാൻ പോവുകയാണ് നാളെ. എന്നാലും ഞാൻ ഇത്രയും നാളും താമസിക്കുന്ന വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. പിന്നെ ഈ പെയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയി. എന്തായാലും പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ ഫ്ലാറ്റിൽ വന്നപ്പോൾ തന്നെ ഈ പെയിന്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു. നോർമലി നമ്മൾ UAE എല്ലാ വീടിന്റെയും പെയിന്റ് ഉള്ളില് വൈറ്റ് ആണ്, ഓഫ് വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ആണ് വരുന്നത്. ബട്ട് ഈ ഫ്ലാറ്റിനകത്ത് ഇങ്ങനെ ഒരു പെയിന്റ് കണ്ടതും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഫ്ലാറ്റ് തന്നെ എടുക്കാൻ കാരണം. മീൻസ് ഈ ഏരിയയിലുള്ള എല്ലാ ഫ്ലാറ്റുകളും അത്യാവശ്യം വലുതുമാണ്, നല്ല അടിപൊളിയാണ്. ബട്ട് ഈ ഒരു ഫ്ലാറ്റിനകത്ത് കയറി വന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ ഈ കളറിന്റെ അടുത്തൊക്കെ ഒരു അട്രാക്ഷൻ തോന്നി. എന്റെ ബെഡ്റൂമിലെ കളറല്ല, ഞാൻ ഈ ഹാളിന്റെ കളറാണ് ഉദ്ദേശിച്ചത്. ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നി, ഒരു ഇഷ്ടം തോന്നി, ഒരു എസ്തറ്റിക് ആയിട്ട് തോന്നി ഗൈസ്. അങ്ങനെയാണ് ഞാൻ ഇത് തന്നെ മതി എന്നും പറഞ്ഞ് ഈ ഫ്ലാറ്റ് എടുത്തത്. പിന്നെ ഇനിയിപ്പോ പുതിയ ഫ്ലാറ്റിലോട്ട് പോകുമ്പോൾ ഇവിടെ വൈറ്റ് ആണ്, പെയിന്റ് അടിക്കണം വേണ്ടെന്നുള്ളൊരു ഐഡിയയിൽ ഞാൻ നിൽക്കുകയാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല. സോ ഇനി നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പ്രിപ്പയർഡ് അല്ല ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹോം ടൂർ ചെയ്യാനെന്നും പറഞ്ഞ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പാക്കിങ്ങിൻ്റെയൊക്കെ മുന്നേ എടുക്കേണ്ടതായിരുന്നു.
ഇനി നമുക്ക് പുതിയ ഫ്ലാറ്റിൽ കയറിയിട്ട് എടുക്കാം. പുതിയ നല്ല ഒരു ഹോം ടൂർ നമുക്ക് എടുക്കാം. ഇനി നമ്മൾ താമസിക്കാൻ പോകുന്നതിന്റെ. നോമ്പ് തുറക്കാൻ ഇനി ഏകദേശം 2 മണിക്കൂറുണ്ട്. ഞാൻ പുറത്തോട്ട് പോവാണ് നോമ്പ് തുറക്കാനായിട്ട്. ബിക്കോസ് വീട്ടിൽ ഒരു സാധനവും ഇല്ല. മാറുന്നത് കൊണ്ട് ഞാൻ കുറച്ച് നാളായിട്ട് ഒന്നും വാങ്ങിക്കുന്നൊന്നുമില്ല. ഉള്ളത് വെച്ച് എന്തെങ്കിലുമൊക്കെയാണ് സെറ്റ്. നിങ്ങൾ കണ്ടല്ലോ കിച്ചണിലിരിക്കുന്നത്. അത് ഞാൻ ഈ ഉണ്ടായിരുന്ന സാധനം വെച്ചിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു സാധനമാണ്. അത് അത്താഴത്തിന് കഴിച്ചു. മീൻസ് തീർന്നു. ഇനി അത് എടുക്കാനില്ല. ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ മറന്നുപോയി. അങ്ങനെ പുറത്തോട്ട് നോമ്പുറക്കാൻ പോവുകയാണ്. ഇത് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. എന്റെ കൈയൊക്കെ വേദനിക്കുന്നുണ്ട് ഇങ്ങനെ പിടിച്ചു നിന്നിട്ട്. അപ്പൊ അടുത്ത ഒരു വ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം. എന്തായാലും വീഡിയോ ഇപ്പൊ നിങ്ങൾ കണ്ടതിന് വെച്ചിട്ട് ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ള സെറ്റപ്പ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അയ്യോ, ഞാൻ മാത്രം ഒറ്റയ്ക്ക് ചെയ്തതല്ല കേട്ടോ. ഈ ഊഞ്ഞാലൊക്കെ എന്റെ ടോയ്സിനുള്ള ഊഞ്ഞാല് സെറ്റപ്പ് ആക്കാൻ എന്നെ സഹായിച്ചൊരു ആളുണ്ട് ഗൈസ്. നിങ്ങൾക്ക് അറിയാമല്ലോ, എന്റെ ഉടനീളമുള്ള വ്ലോഗുകളിൽ എനിക്ക് ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവളാണ്. അതാരാണ് അറിയാന്നുള്ളൊരു കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഓക്കെ ഗൈസ്, ഞാൻ ഭയങ്കര ക്ഷീണത്തിലാണ്. ഞാൻ ഭയങ്കര എനർജിയിൽ നിന്ന് സംസാരിക്കാത്തത്. 22ാമത്തെ നോമ്പാണ്. നോമ്പൊക്കെ എത്ര പെട്ടെന്ന് പോയെന്ന് തന്നെ പറയാൻ പറ്റുന്നില്ല. നിങ്ങൾക്കും നാട്ടിൽ ഫീൽ ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് ഈ കൊല്ലത്ത് നോമ്പെന്ന് പറയുമ്പം തുടങ്ങിയിടം മുതൽ പ്രശ്നങ്ങളാണ്. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ഇത് എന്റെ ഹോം ടൂറാണ്. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ ബൈ, അസ്സലാമ.